എൻ്റെ എല്ലാ സംരംഭവും എറണാകുളത്തപ്പൻ്റെയും ചോറ്റാനിക്കരമ്മയുടെയും എൻ്റെ മുളക്കദേവിയുടെയും മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. അങ്ങനെ ഈ ഒരു ചെറിയ സംരംഭം ഇങ്ങനെ ഗംഗാപ്രസാദ് എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാനും എൻ്റെ പ്രിയ സുഹൃത്തും പ്രശസ്ത തിരക്കഥാകൃത്തും ഡയറക്ടറുമൊക്കെ എസ് എൻ സ്വാമിയും ഞങ്ങൾ അഹമ്മദാബാദിൽ പോയി ഇതിനെക്കുറിച്ചൊരു പ്രാഥമികമായിട്ടുള്ള ഒരു പഠനം നടത്തിയതിൽ നിന്നും ഒരു നല്ല പ്രയോജനം ഇതിനകത്ത് കിട്ടി. കാരണം രണ്ട് സംസ്കാരങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ സിനിമ മാധ്യമം തന്നെ സംസ്കാരങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന മീഡിയ ആണല്ലോ. അപ്പോൾ ഒരു വലിയ സംസ്കാരത്തെ നമ്മൾ ഉൾക്കൊള്ളാനും അതെന്താണെന്ന് പഠിക്കാനും പിന്നെ നമ്മുടെ ആൾക്കാരിലൊക്കെ എത്തിക്കാനും കൂടെ ഉള്ള ഒരു വേദിയായിട്ട് ഞാനിതിനെ കാണുന്നു. അങ്ങനെയാണ് ഞാനിതിനകത്തിൽ എത്തിപ്പെട്ടത്. മലയാളവും ഗുജറാത്തിയും സാധാരണ ആരും അങ്ങോട്ട് എത്തിപ്പെടാതെ അങ്ങനെ ഗുജറാത്തി സിനിമയിലേക്ക് ആരും എത്തിപ്പെടാതിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ചെറിയ തോതിലാണെങ്കിലും നമ്മളത് എത്തിപ്പെടാനുള്ള ഒരു സംരംഭം ശ്രീ ഗംഗാപ്രസാദ് എടുത്ത ആ ഒരു ഊർജവും ആർജവും എനിക്കൊരുപാട് പ്രചോദനം നൽകി. അപ്പോൾ എന്തായാലും എല്ലാ ഗുരുക്കന്മാരുടെയും എൻ്റെ വിശ്വാസത്തിൻ്റെയും ഒക്കെ മുന്നിൽ ഇത് ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും ഉണ്ടാകണമെന്നുള്ള മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് പിന്നെയും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം കൂടുതൽ കാര്യങ്ങൾ. ഒരു സിനിമ എന്നൊരു പ്രൊജക്റ്റുമായിട്ട് ആദ്യം വന്നപ്പോൾ നമ്മൾ മലയാളിയാണ്, മലയാളത്തിലൊരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എൻ്റെ ഒരു മീഡിയ കരിയർ, ഇൻഡസ്ട്രി കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഗുജറാത്തിൽ നിന്നാണ്. മല്ലിക സാരാഭായ് എന്ന് പറയുന്ന ഒരു ഡാൻസറുടെ ഒരു ദർപ്പണ അക്കാഡമി എന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ കരിയർ ഓരോ ചാനലുകൾ മാറി മലയാളത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഒരു സിനിമയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യം നോക്കിയത് ഗുജറാത്തി സിനിമയാണ്. എല്ലാ ഭാഗത്തുനിന്നും എല്ലാവരും വേണ്ടാന്നാണ് പറഞ്ഞത്. കാരണം ആരും കാണാത്തൊരു ഭാഷയാണ്, ഒരിക്കലും ആരും റീച്ച് ചെയ്യാത്തൊരു ലാംഗ്വേജാണ്. അതിൽ നല്ലതല്ലേ മലയാളം എന്നൊക്കെ പറഞ്ഞു. മലയാളം മോശം എന്നല്ല, പക്ഷേ മലയാളത്തിലൊരു സിനിമ ചെയ്യാൻ എടുക്കുന്ന സമയവും അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി എത്രയും പെട്ടെന്നൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഗുജറാത്തിയിലേക്ക് തന്നെ പോവാം. അവിടെ അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. പലരോടും സംസാരിച്ചപ്പോൾ രാജേന്ദ്ര പ്രസാദ് സാറ് കൂടെ വന്ന് അവിടുത്തെ ഇൻഡസ്ട്രി കണ്ടു, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു, ഞങ്ങളവിടെ പോയി താമസിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ തോന്നിയ ഒരു പ്രൊജക്റ്റ് കയ്യിൽ വന്നപ്പോൾ നമ്മുടെ എല്ലാ കേരളത്തിലും മലയാളത്തിലും ഇന്ത്യയിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസും ഒരേപോലെ കൂടെ വന്ന് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രൊജക്റ്റ് ഓണായി. ഇപ്പോൾ അതിൻ്റെ പണികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്ക്രിപ്റ്റ് പൂജിച്ചു. അതും നമ്മുടെ നാട്ടിൽ തന്നെ സാറിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ചോറ്റാനിക്കരയും എറണാകുളത്തപ്പൻ്റെയും മുമ്പിൽ വെച്ച് വേണമെന്നുള്ളത്. വരുന്ന 14 തീയതി അടുത്ത മാസം 14 തീയതി നമ്മളത് ഗുജറാത്തിൽ വെച്ച് ലോഞ്ചും 15-ാം തീയതി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനൊരു പ്ലാനിങ് ആയിട്ടാണ് നിൽക്കുന്നത്. 30 ദിവസത്തോളം വരുന്നൊരു ഷെഡ്യൂളാണ്. ഗുജറാത്തിലും കേരളത്തിലുമായിട്ട് ഷൂട്ട്. ഗുജറാത്തിൽ അഹമ്മദാബാദിലും കേരളത്തിൽ മട്ടാഞ്ചേരി ഗുജറാത്തി കോളനി ഉണ്ട്, അവിടെയായിട്ടാണ് ഷൂട്ട് പ്ലാൻ ചെയ്യണത്. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് വരുന്നുള്ള വിശ്വാസത്തിൽ, അതും പ്രത്യേകിച്ച് നമ്മുടെ തുടക്ക സംരംഭം ഒരു മലയാളി ഫസ്റ്റ് ടൈം ഡൂയിങ് എ ഗുജറാത്തി മൂവി ഫസ്റ്റ് ടൈം ഷൂട്ടിംഗ് ഇൻ കേരള. ഈ രണ്ട് പ്രത്യേകതകളായിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് പറയുന്നത്. അതിന് എന്തായി തീരുന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണാം. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടെങ്കിൽ, ഇതുപോലുള്ള സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റ് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ഈ മറ്റു ഭാഷകളിൽ മുന്നോട്ട് പോകാമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാവരും സപ്പോർട്ടും വേണം.